ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം അവസാനിച്ചതായിട്ടാ കാണുന്നത്. മനസ്സിലായില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. ഏതാ അയാളുടെ നാള്? രേവതി. പേര് വിഷ്ണു അല്ലേ? കണ്ണടച്ച് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ നീക്കി ആളിന്റെ ദിക്കും ദിശയും മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖം ആ ഉരുളിയിലേക്ക് നോക്കുക. പ്രാർത്ഥനയോടെ കണ്ണു തുറക്കുക. കണ്ണു തുറന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും പരിചിതമായ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. പ്രാർത്ഥനാപൂർവം ഇതിൽ നിന്ന് കുറച്ച് വെറ്റിലെടുക്കുക. തന്നോളൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ആ മുന്നിലിരിക്കുന്ന തളികയിൽ നിന്ന് കുറച്ച് പുഷ്പങ്ങളെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആളിന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണു തുറക്കുക. എടുത്തോളൂ. മറഞ്ഞിരിക്കുന്ന ആളെ കാണിച്ചു തരിക എന്നുള്ള വലിയൊരു കടമ്പയാണ് ഈശ്വരൻ നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. അതിന് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അത് എത്രത്തോളം കലർപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഫലം നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഇരുവരും മുന്നിലിരിക്കുന്ന പീഠത്തിലെ വെറ്റിലയിലെ മഷി പുരട്ടിയ ഭാഗത്തേക്ക് പ്രാർത്ഥനയോട് നോക്കുക. എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ പറയുന്ന വ്യക്തിയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. ഒന്ന് നോക്കട്ടെ. തുറന്നു പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം അവസാനിച്ചതായിട്ടാ കാണുന്നത്. മനസ്സിലായില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല.
അവർ 1 വർഷക്കാലം ആത്മാവായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. മോളെ, ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്കാവില്ല. ഇതൊന്നും വിശ്വസിക്കാൻ എനിക്കാവില്ല. മോൾ, വിഷ്ണുവേട്ടൻ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജീവിച്ചിരിപ്പുണ്ട്. അതെനിക്ക് ഉറപ്പാ. ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നോളാം. മോളെ, മോളെ, നീ ശാലിനി. നമ്മൾ 2 രീതിയിൽ ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി, പക്ഷെ വിജയിച്ചില്ല. ആരൂഢം മറഞ്ഞാൽ പിന്നെ പ്രശ്നം നോക്കാറില്ല. അതുപോലെ തന്നെയാ ഇതും. അതുകൊണ്ടാ ഞാൻ ജാതകം വാങ്ങി നോക്കിയതും. എന്റെ നിഗമനം ഇന്നുവരെ തെറ്റിയിട്ടില്ല. പിന്നെ എല്ലാം വിശ്വാസമല്ലേ, അതിനെ അതിൻ്റെതായ വഴിക്ക് വിട്ടേക്ക്. എന്നിട്ട് അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കുറച്ചു നാളായി വിഷ്ണുവിനെ കാണാത്തതിന്റെ മാനസിക ബുദ്ധിമുട്ടിലിരിക്കുക ഞങ്ങള്. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം ഞാൻ കണക്കുകൾ നോക്കിയാ പറഞ്ഞത്. എന്റെ കണക്കുകൾ ഇതുവരെ തെറ്റിയിട്ടുമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ജാതകക്കാരനെ എവിടെ നോക്കിയാലും കാണില്ല. കാരണം അയാൾ ഈ ഭൂമിയിലില്ല. ദേവി, നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. അവർ 1 വർഷക്കാലം ആത്മാവായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. എന്താ വേണ്ടത്? പലിശക്കാശ് വേണം. 3 മുടക്കായി. ആരാ? ആളെ മനസ്സിലായില്ലല്ലോ. ഞാൻ സത്യമ്മയുടെ കണക്കപ്പിള്ളയാണ്. പലിശ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ, പിന്നെങ്ങനെ കാശ് തരുന്നത്? അതിനാണല്ലോ നിങ്ങളുടെ കൃത്യമായ കണക്ക് ഞാൻ രേഖാമൂലം കാണിക്കാന്ന് പറഞ്ഞത്. ആ വിഷ്ണു എന്തിയെ? വിഷ്ണുവിനോട് വരാൻ പറ. വിഷ്ണു വരാണെങ്കിൽ പണം കൊടുക്കാം. വിഷ്ണു സ്ഥലത്തില്ല, വരാൻ അല്പം വൈകും. ഞങ്ങൾക്കങ്ങനെ ധൃതിയൊന്നും ഇല്ലെന്നേ. സാവധാനം വന്നാ മതി. താൻ കളിക്കാതെ കാശെടുക്കണോ? അതെ, ചേട്ടൻ പോവാൻ നോക്കിയേ. കടയിൽ ഇത്തിരി ചില്ലറ കിട്ടുന്ന സമയമാ. കാശ് തരാതെ ഞാൻ പോവില്ല. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ചേട്ടാ, പ്രായമാകുന്നത് ഞാൻ നോക്കിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാശ് കിട്ടാതെ ഞാൻ പോവില്ല. എന്നെ 2 തല്ലിയാലും വേണ്ടില്ല. തന്നോടല്ലേ പറഞ്ഞ കടയുടെ മുന്നിൽ മാറാൻ. അയ്യോ, വിളിച്ചേട്ടോ, വിളിച്ചേട്ടോ, എഴുന്നേക്ക്. എന്താ വിളിച്ചേട്ടുണ്ടായേ? 3-4 മാസത്തെ പലിശക്കാശ് തരാനുണ്ട് കമല. അത് ചോദിച്ചെന്നെ ഇയാളെന്നെ ഉപദ്രവിച്ചേ.